നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാന പാർട്ടിയായ ബിജെപി. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ബോണ്ട് വിഷയത്തിൽ ആശങ്കപ്പെടാൻ കാര്യങ്ങളേറെയാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത കളിയിലാണ് തങ്ങൾ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയായിരുന്നു CPM, അഥവാ മേനി നടിച്ചിരിക്കുകയായിരുന്നു CPM. കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി ₹1 പോലും CPM വാങ്ങിയിരുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പരിഹസിക്കുകയായിരുന്നു CPM നേതാക്കൾ. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന് അപ്പുറത്തേക്ക് CPMനെ വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPMന്റെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തിയോ എന്ന അന്വേഷണമാണ് ഏജൻസികൾ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ CPM വെളിപ്പെടുത്തിയ വരുമാനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വൻതോതിൽ പണമിടപാട് നടത്തി എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതോടെ EDയിലേക്കും ഇൻകം ടാക്സിലേക്കും അന്വേഷണം കൈമാറുകയാണ് ഉണ്ടായത്. CPMന്റെ വരുമാനത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആദായ നികുതി വിഭാഗം എന്നാണ് പുറത്തുവരുന്ന വിവരം. വരും ദിവസങ്ങളിൽ തന്നെ യെച്ചൂരിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയേക്കും. പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ സ്രോതസ് അടക്കം തേടാനാണ് തീരുമാനം. ഇത് പ്രകാരം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിശദീകരണം യെച്ചൂരി നൽകേണ്ടി വരും. CPM തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പര്യാപ്തമല്ല എന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എങ്കിൽ വിശദാന്വേഷണം EDയെ ഏൽപ്പിക്കാനും സാധ്യതയുണ്ട്. പാർട്ടിയുടെ പണമിടപാട് നടത്തിയ നിരവധി അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ നൽകിയിട്ടില്ല. ഇത്തരം നൂറുകണക്കിന് രഹസ്യ അക്കൗണ്ടുകൾ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് അന്വേഷണം നീളുക. നേരത്തെ കരുവന്നൂരിൽ സഹകരണ ബാങ്കിൽ ED പരിശോധന നടത്തിയപ്പോൾ പാർട്ടിയുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ വഴിയും കോടികളുടെ ഇടപാട് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. ഇത് CPMനെ വെട്ടിലാക്കുന്നതായിരുന്നു. ഈ ഇടപാടുകൾ ഒന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടുമില്ല. ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണം പലതും പല അക്കൗണ്ടുകൾ വഴിയാണ് പോയത്. ലോൺ വഴിയും മറ്റുമാണ് പണം പാർട്ടി എത്തിച്ചത്. പാർട്ടി ബിനാമികൾക്കെല്ലാം ലോൺ കൊടുത്തു. കമ്മീഷൻ പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ അതേ ബാങ്കിൽ അക്കൗണ്ടിലാക്കി. ഇതിലൂടെ മറിഞ്ഞ പണം കള്ളപ്പണമാണോ എന്ന് സംശയമുണ്ട്. ഈ വിവരങ്ങളാണ് ED തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുമായി ഒത്തുനോക്കിയപ്പോൾ അത്തരം കണക്കുകൾ ഒന്നും തന്നെ ലഭ്യമായില്ല. ഈ അക്കൗണ്ട് വിവരങ്ങൾ കമ്മീഷനിൽ കൊടുത്തിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ഫയൽ ഇൻകം ടാക്സിന് കൈമാറി. ഇൻകം ടാക്സ് അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ വിളിച്ചു വരുത്തുന്നത്. യെച്ചൂരിയാണ് ആദായ നികുതി വകുപ്പ് മുൻപാകെ റിട്ടേൺ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യെച്ചൂരിയെ തന്നെ വിളിച്ചു വരുത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്കിടെ യെച്ചൂരിയെ ഇൻകം ടാക്സ് വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് വിവരം. എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ ഒരു ബാങ്കിൽ നിന്നും ഇത്രയും തുകയുടെ ഇടപാട് നടന്നു എന്ന് വെളിപ്പെട്ട പശ്ചാത്തലത്തിൽ മറ്റ് സഹകരണ ബാങ്കുകളിലും ഇത്തരം ഇടപാടുകൾ നടന്നിരിക്കാം എന്ന് തന്നെയാണ് നിഗമനം. അതിലേക്കാണ് അന്വേഷണം നീളുക. ഇത്തരം സഹകരണ ബാങ്കുകൾ വഴിയാണ് കള്ള അക്കൗണ്ടുകൾ ഉള്ളത് എന്നും ഈ അക്കൗണ്ടുകൾ വഴിയാണ് CPM തിരഞ്ഞെടുപ്പിന് പണം കണ്ടെത്തുന്നത് എന്നുമാണ് സംശയം. അങ്ങനെയെങ്കിൽ കണക്കിൽപ്പെടാത്ത കള്ളപ്പണത്തിലേക്ക് അന്വേഷണം നടക്കും. കരുവന്നൂർ ബാങ്കിലെ ഇടപാടുകൾ കുറ്റകൃത്യമായി മാറിയിട്ടുണ്ട്. ഈ പണം കൈകാര്യം ചെയ്തവരിലേക്കടക്കം അന്വേഷണം നീളും. ഇവിടെയെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക സഖാക്കളാകും. ഇവിടെയും എൻഫോഴ്സ്മെന്റ് അന്വേഷണം ഊർജിതമാക്കും. മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം നീളുമെന്ന് തന്നെയാണ് സൂചന. സംസ്ഥാന വ്യാപകമായി ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്നാണ് സൂചന. കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPMന്റെ പ്രതിരോധവാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മുഖ്യ തെളിവുകളുടെ കൂട്ടത്തിൽ പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും മൊഴികൾ കൂടിയുണ്ട്. കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴികളാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം MP രാജുവിന്റെയും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരന്റെയും. പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി പീതാംബരൻ മൊഴി നൽകി.
ഇത് ഹൈക്കോടതിയിൽ ED സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് പാർട്ടി അക്കൗണ്ട് തുറന്നത് എന്ന് രാജുവിന്റെ മൊഴിയിലുമുണ്ട്. സെക്രട്ടറി ആയിരിക്കെ തന്റെ പേരിൽ ബാങ്കിൽ പാർട്ടി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാണ് പീതാംബരന്റെ മൊഴി. 2011 പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനും കെട്ടിടം പണിയാനും മറ്റൊരു അക്കൗണ്ട് തുറന്നും അനർഹർക്ക് ബാങ്കിൽ നിന്ന് അനുവദിച്ച വായ്പകളുടെ കമ്മീഷൻ പാർട്ടി ഈ അക്കൗണ്ട് വഴിയാണ് വാങ്ങിയിരുന്നത്. അംഗത്വമില്ലാത്ത പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിരുന്നു എന്ന് രാജുവിന്റെ മൊഴിയിലുണ്ട്. പാർട്ടി അംഗത്വ ഫീസ്, ജനപ്രതിനിധികളിൽ നിന്ന് പിരിക്കുന്ന ലെവി എന്നിവ ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത്. രമേശ് പുഴയ്ക്കൽ, ജേക്കബ് ചാക്കേരി എന്നിവർക്ക് വേണ്ടി ക്രമവിരുദ്ധമായി 1.5 കോടി രൂപ വായ്പ അനുവദിക്കാൻ ബാങ്ക് വിസമ്മതിച്ചുവെങ്കിലും CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം RL ശ്രീലാൽ ഇടപെട്ട് പാസാക്കിച്ചുവെന്നും ED സത്യവാങ്മൂലത്തിൽ പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ 4 അക്കൗണ്ടുകളും 4 സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേയുള്ളൂ. എന്നാൽ EDയുടെ കണ്ടെത്തലനുസരിച്ച് 17 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ 25 ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത 1.73 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. കരുവന്നൂരിന് സമാനമായ അന്വേഷണം മറ്റ് സഹകരണ സംഘങ്ങളിലേക്കും നീങ്ങിയാൽ അത് CPMന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്.